1932-33 കാലഘട്ടങ്ങളിൽ ആനന്ദാശ്രമം അന്ന് ഇനാഗുറേറ്റ് ചെയ്തത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊണ്ടാണെന്ന് പറയുമ്പോൾ തീർത്ഥസ്വാമികളുടെ സംഘടനാ പാടവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തീർത്ഥസ്വാമികളുടെ സംഘടനാ പാടവം അന്ന് മഹാത്മാഗാന്ധിയെ കൊണ്ട്, ഇന്നത്തെ ഭാഷ പറഞ്ഞ ദ്രൗപദി മുർമുവോ അല്ലേ നരേന്ദ്രമോദിയോ നേരിട്ട് വന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ത്യയുടെ പ്രഥമ വനിത ദ്രൗപദി മുർമുവോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വലിയൊരു മീഡിയ മൈലേജ് ഉണ്ട്. ആണല്ലോ വലിയൊരു മീഡിയ മൈലേജ്, വലിയ സെക്യൂരിറ്റി, വലിയ പ്രോട്ടോകോൾ, വലിയ ഫോർമാലിറ്റീസ് ഈ നാടാകെ ഇവിടേക്ക് ഒഴുകിയെത്തും. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഒഴുകിയെത്തും. ആ രീതിയിൽ അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയൊരു ക്രൗഡ് പുള്ളറായിരുന്ന, ഒരു ജനതയെ ഒരു നോട്ടം കൊണ്ട് നിയന്ത്രിക്കുവാൻ ശക്തി ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധിയെ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ തീർത്ഥസ്വാമികളുടെ ദീക്ഷണപരമായ സംഘടനാ പാടവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് SNDP യോഗവും ശിവഗിരി മഠവും തമ്മിൽ കേസിലാണ്, ഏറ്റുമുട്ടലിലാണ്, തർക്കത്തിലാണ്, പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ അപ്പോഴും സ്വാമി SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാ, ശ്രീനാരായണ ധർമ്മസംഘത്തിൽ മെമ്പറുമാണ്, അല്ലെങ്കിൽ അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒരു രസകരമായ വസ്തുതയുണ്ട്. SNDPക്കാരുടെ മൊത്തം വിചാരം ശിവഗിരി മഠത്തിൻ്റെ ചാരനാണ് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ. ശിവഗിരി മഠത്തിൻ്റെ വിചാരം SNDP യോഗത്തിൻ്റെ ചാരനാണ് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ ഗുരുവിൻ്റെ ആളാണ്, എനിക്ക് രണ്ടും ഒരുപോലെയാ. അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളവർ ഞാൻ അതിലേക്ക് പറയുന്നില്ല, നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർത്ഥസ്വാമിയെ പോലെ ചിന്തിക്കാൻ കഴിവുള്ളയാൾ SNDP യോഗവും ശിവഗിരി മഠവും ഒരുപോലെ സംശയത്തോടെ നോക്കിയ ആളാണ് ശ്രീനാരായണ തീർത്ഥസ്വാമികൾ. അതേക്കുറിച്ച് രസകരമായ ഒരു വസ്തുത ഞാൻ നിങ്ങൾക്ക് പറയാം. രസകരമായ ഒരു വസ്തുത, ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മഠാധിപതിയുമൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ് ചാലക്കുടി ഗായത്രി ആശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീമദ് ഗീതാനന്ദ സ്വാമികൾ. ഗീതാനന്ദ സ്വാമി എഴുതിയൊരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് വായിക്കണം. ശിവഗിരിയെ സംബന്ധിച്ച് ആധികാരികമായ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു പുസ്തകമാണ് ഗീതാനന്ദ സ്വാമിയുടെ ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ. അതിലൊരു അധ്യായമുണ്ട്. ഈ ഗീതാനന്ദ സ്വാമി പൂർവാശ്രമത്തിൽ രാഘവൻ എന്ന പേരുള്ള ചേർത്തല സ്വദേശിയാണ്. ചേർത്തലയിൽ നിന്നും കാൽനടയായി ഇന്ത്യ മുഴുവൻ യാത്ര. ഇവരൊക്കെ വലിയ ത്യാഗികളായ സന്യാസിമാരായിരുന്നു. ത്യാഗികൾ, ചെരുപ്പിടാതെ. ആലോചിക്കൂ, ചെരുപ്പിടാതെ. നമുക്കിപ്പോൾ പെരയ്ക്കകത്ത് നടക്കാൻ വേണ്ടി വേറെ ചെരുപ്പുണ്ടല്ലേ, നമുക്ക് പുറത്തൊരു ചെരുപ്പും വീടിനകത്ത് ഇൻഹൗസ് ചപ്പൽ, അതിന് മാത്രം 650 രൂപ വിലയായിപ്പോൾ. നമ്മൾ അത് ഇട്ടോണ്ടാണ് നടക്കുന്നത്. ചെരുപ്പിടാതെ കാൽനടയായി ഇന്ത്യ മുഴുവൻ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്തവരാ ഗീതാനന്ദ സ്വാമിയൊക്കെ. അങ്ങനെ ചെയ്തയാളാ. 3-4 വർഷം കല്ലിലും മുള്ളിലും ചവിട്ടി നടന്നയാളാ ഗീതാനന്ദ സ്വാമികൾ. അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു, അവിടുന്ന് കന്യാകുമാരിക്ക് പോകുന്നു, അവിടുന്ന് ധനുഷ്കോടിയിലേക്ക് പോകുന്നു. ഒക്കെ നിങ്ങൾ വായിച്ചാൽ മതി. കടലിറങ്ങി ചെല്ലുമ്പോൾ തലയ്ക്ക് മുകളിലാണ് തിരമാല, ആ നീന്തി അപ്പുറം കിടക്കുന്നതൊക്കെ സ്വാമി പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ചാൽ ഞാനതേക്കുറിച്ച് പറയുന്നില്ല. ശ്രേഷ്ഠമായ ഒരു പുസ്തകം കേട്ടോ, നിങ്ങൾ വായിക്കണം. അതെല്ലാം കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്നു. കൊച്ചിയിലേക്ക് മടക്ക യാത്രയാണ്. അന്ന് ഈ ഹൈവേ ഇല്ല. പക്ഷെ അന്ന് കല്ലമ്പലം ജംഗ്ഷനുണ്ട്. കല്ലമ്പലത്ത് എത്തിയപ്പോൾ 1-2 രൂപ എങ്ങാണ്ട് കയ്യിലുള്ളൂ. നടക്കാൻ പോലും മേല. ഒരു ചായ കുടിച്ചേക്കാം. ആലോചിക്കണം, എന്തോ പ്രായമുണ്ട്. കൂടിപ്പോയ 23, 24, ഒരു 25 അത്രയും പ്രായമുള്ളൂ. ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആരെങ്കിലും ഭിക്ഷ കൊടുക്കുന്ന ഒരു ചായ. ഇത് 250 കൊല്ലം മുമ്പൊന്നും അല്ല കേട്ടോ. 1939-40 കാലഘട്ടങ്ങളിലാണ്. 100 കൊല്ലം ആയിട്ടുണ്ടായിട്ട് വല്ലവരും ഭിക്ഷ കൊടുക്കുന്നൊരു ചായ, ഏതെങ്കിലും ഒരു കുഞ്ഞു കൊടുക്കുന്ന മൊട്ടായി, ഇതൊക്കെയാ ഭക്ഷണം. അതെങ്ങനെ കഴിച്ച് കല്ലമ്പലത്ത് വന്നപ്പോൾ കാവ്യൊക്കെ ഇട്ടുകൊണ്ട് കടയിൽ കയറുന്നപ്പോൾ ഈ കടക്കാരൻ ചോദിക്കുന്നു ഗീതാനന്ദ സ്വാമിയോട്, കുടിക്കാൻ വല്ലതും വേണോ? അപ്പം എനിക്കൊരു ചായ തരാമോ എന്ന് ചോദിച്ച് ഈ ചായ കൊടുത്ത്, ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണൊരു ചോദ്യം. അത് പരമഹംസ ഭഗവാൻ ചോദിപ്പിച്ചതാ. സ്വാമി ശിവഗിരി പോകുന്നില്ലെന്ന്. അന്നാണ് ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അതെവിടെയാ ശിവഗിരി? കല്ലമ്പലത്ത് നിന്ന് വെറും 9 കിലോമീറ്ററേ ഉള്ളൂ. സ്വാമി ഇവിടുന്ന് ഇടത്തോട്ട് പോയ ശിവഗിരി മഠമായില്ലേ, ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരി മഠം. അപ്പോൾ ഗുരു സമാധിയായിട്ട് 10 കൊല്ലം പോലും ആയിട്ടില്ല. അല്ല 10 കൊല്ലം കൂടെ, മാക്സിമം 10 കൊല്ലം, അതാണ് സമം ആ കാലഘട്ടം. അന്ന് ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അച്യുതാനന്ദ സ്വാമി, സുഗുണാനന്ദഗിരി സ്വാമി, ശങ്കരാനന്ദ സ്വാമി എല്ലാവരും ഉണ്ട്. ആ സമയത്ത് ധർമ്മസ്വാമി ശിവരോടം വിട്ടുപോയെങ്കിലും ഇവിടെ ഉള്ള സമയമാണ്. അപ്പോൾ
ഈ ഗീതാനന്ദ സ്വാമികൾ പതുക്കെ അവിടേക്ക് നടന്ന് ശിവഗിരി മഠത്തിലേക്ക് വരുന്നു. പിന്നീട് ശിവഗിരി മഠത്തിന്റെ മഠാധിപതി വരെയായ ഗീതാനന്ദ സ്വാമി അങ്ങനെയാ ശിവഗിരി മഠത്തിൽ വരുന്നത്. അന്ന് അച്യുതാനന്ദ സ്വാമിയാണ് ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് അഥവാ ശിവഗിരി മഠ മഠാധിപതി. അന്ന് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്, നമ്മുടെ തീർത്ഥസ്വാമികളാണ് അന്ന് ജനറൽ സെക്രട്ടറി. തീർത്ഥസ്വാമി അവിടെ ഇല്ല. അപ്പോൾ അച്യുതാനന്ദ സ്വാമിക്ക് 2 കാലിലും നീരാണ്, സ്വാമിക്ക് ചികിത്സ നടക്കുന്നു. അപ്പോൾ സ്വാമിയെ പോയി കണ്ടു തൊഴുന്നു. നീ എവിടുന്ന അവ കാര്യമൊക്കെ പറയുന്നു, ഭക്ഷണം കഴിക്കൂ, വിശ്രമിക്കൂ. അങ്ങനെ ഗീതാനന്ദ സ്വാമികൾ ഭക്ഷണം കഴിക്കുന്നു, വിശ്രമിക്കുന്നു. വീണ്ടും വന്ന് അച്യുതാനന്ദ സ്വാമിയുടെ മുറിയിലിരിക്കുമ്പോൾ ഗീതാനന്ദ സ്വാമിയുടെ വാക്കുകളാണ്, ഏതാണ്ട് 18 മുഴം മുണ്ട് തറ്റിങ്ങനെ കൊടുത്ത് അതിൻ്റെ അഗ്രം വാരിപ്പുതച്ച് 6 അടിക്കടുത്ത് ഉയരമുള്ള ദീപ്തമായ കണ്ണുകളുള്ള പ്രലംബബാഹും നീണ്ട കൈകളുള്ള ആജാനുബാഹുവായ നല്ല ചേതസ്, നല്ല സ്ഥൈര്യം, നല്ല ചൈതന്യം, അതെല്ലാം തുടിക്കുന്ന ഒരു പുരുഷ സൗന്ദര്യം നടന്നു വരുക തീർത്ഥസ്വാമി. നമുക്കാർക്കും കാണാൻ പറ്റിയില്ലല്ലേ? ഞാനതൊക്കെ വായിച്ചു പറഞ്ഞു, നമുക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഇതാരായത്? ഇതാണ് ധർമ്മസംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീനാരായണ തീർത്ഥർ. പതുക്കെ ചെന്ന് പരിചയപ്പെട്ട് സ്വാമി അവിടെ പോയിട്ട് വരുക. വഞ്ചിയൂർ കോടതി കേസ് നടത്തിയിട്ട് വരുക. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ ശിവഗിരി മഠത്തിന് വേണ്ടി SNDP യോഗവുമായി കേസിന് ഒറ്റയ്ക്ക് വാദിക്കാൻ പോയിട്ട് വരുക. അന്ന് SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുവാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഇരുന്നു കൊണ്ട്, പക്ഷെ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ശിവഗിരിയുടെ കാര്യം ശിവഗിരി, SNDPയുടെ കാര്യം SNDP. സമാന്തരമായ പാതയായിരുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നുമില്ല. SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി ഇരുന്നു കൊണ്ട് വഞ്ചിയൂർ കോടതിയിൽ കേസ് നടത്തിയിട്ട് വന്നയാളാ. അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിയെന്നാ പറയുന്നത്. അന്ന് അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ ഗീതാനന്ദ സ്വാമികൾ പോകാനൊരുങ്ങി. അപ്പോൾ തീർത്ഥസ്വാമി ചോദിച്ചു, താങ്കൾ അവിടെ പോകുന്നു? അപ്പോൾ തീർത്ഥസ്വാമി സീനിയറാണ്, ഗീതാനന്ദ സ്വാമികൾ പയ്യനാണ്. അപ്പോൾ പറയുന്നു, ഞാൻ വടക്കോട്ട് തന്നെ പോവുക എന്ന്. എന്നാ ഇനി പോകണ്ട, ഗുരുവിൻ്റെ ജന്മഗ്രഹമായ ചെമ്പഴന്തിയിലെ നമ്മുടെ ആശ്രമത്തിൽ ഒരാളെ വേണം, നിന്നെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നു അങ്ങോട്ട്. ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ശിവഗിരി കൂടിയതാ ഗീതാനന്ദ സ്വാമികൾ. പിന്നീട് ചാലക്കുടി ഗായത്രി ആശ്രമം വരെ ഉണ്ടായ, എനിക്കൊരു അത് പറയുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. സത്യാനന്ദ സ്വാമി ചാലക്കുടി ഗായത്രി ആശ്രമത്തിൽ ഞാൻ 8ാം ക്ലാസ്സിലോ 9ിലോ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു അവധിക്കാല ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിലാണ് നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്ത് ഒരു ടെററിസ്റ്റാക്കി സ്വാമി പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, സ്വാമിയുടെ ഒരു ടെററിസ്റ്റ് ക്യാമ്പിലാണ് നമ്മൾ ഇന്ന് വീണത്. അതിനുശേഷമാണ് ഗുരു എന്ന വലിയൊരു വികാരവുമായി പുറത്തേക്ക് ഇറങ്ങിയത്, വായിക്കാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയത്. ഇന്നിങ്ങനെ പ്രമുഖന്മാർ മാത്രം വന്ന ചൈതന്യവത്തായ ഒരു പ്രഭാഷണ പരമ്പരയിൽ അത്ര പ്രമുഖനല്ലാത്തൊരു ലോക്കലായി എന്നെ സ്വാമിക്ക് വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, അന്ന് സച്ചിദാനന്ദ സ്വാമിയുടെ ആ ക്യാമ്പിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് ഗീതാനന്ദ സ്വാമികൾ തുടങ്ങിയതാ. ഈ ഗീതാനന്ദ സ്വാമി ഇതിനൊക്കെ കാരണമായത്, ഇനിയെങ്ങും പോകണ്ട, അവിടെ നിൽക്കാൻ പറഞ്ഞ് തീർത്ഥസ്വാമി പറഞ്ഞു വിട്ടോണ്ട. ശരിയല്ലേ? ആ തീർത്ഥസ്വാമിയുടെ ഓരോയിടത്തും നമുക്ക് തീർത്ഥസ്വാമിയെ കാണാം. ഓരോയിടത്തും തീർത്ഥസ്വാമി SNDP യോഗവുമായി സമരസപ്പെട്ട് തന്നെയാ പോയെ. ശ്രീനാരായണ തീർത്ഥസ്വാമിയും നോക്കൂ, ഗീതാനന്ദ സ്വാമിയും R ശങ്കറും ശങ്കരാനന്ദ സ്വാമിയുമായി നടന്ന ദീർഘമായ ചർച്ചകൾക്കൊടുവില SNDP യോഗവും ശിവഗിരി മഠവുമായുള്ള കേസ് രാജിയായത്. സത്യത്തിൽ ശ്രീനാരായണ സമൂഹം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നത് 4 പേരോടാ: തീർത്ഥസ്വാമി, ഗീതാനന്ദ സ്വാമി, ശങ്കരാനന്ദ സ്വാമി, R ശങ്കർ. ഇവരെല്ലാവരും, ഇവർ 4 നടത്തിയ സുദീർഘമായ ചർച്ചകളിലാണ് ഈ കേസുകൾ കോംപ്രമൈസ് ചെയ്തത്, പരസ്പരം കേസുകൾ പിൻവലിച്ചതും 2 പേരും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചതും. അതിൻ്റെ പുറകിലും നമ്മുടെ ശ്രീനാരായണ തീർത്ഥസ്വാമിയുടെ ശക്തിമത്തായ ഒരു പ്രവർത്തനം നമുക്ക് കാണാം.